എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളുടെ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ട്. എന്തായാലും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ളൊരു ചാപ്റ്റർ മുഴുവനായും വളരെ ബ്രീഫായിട്ട് ടീച്ചർ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധാപൂർവം കാണുക. ഇതിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം തന്നെ പറഞ്ഞു തന്നിരിക്കുന്നത് സെൽ സൈക്കിൾ എന്താണെന്ന്. സെൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് മറ്റൊരു സെല്ലായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ല് രണ്ട് സെല്ലായിട്ട് മാറുന്നത് വരെയുള്ള സ്റ്റേജസ്, അതിനെയാണ് സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഡിഫറെന്റ് സ്റ്റേജസ് വിച്ച് റെപ്രസെന്റ്സ് ഡിവിഷൻ ഓഫ് സെൽ into two. സിംഗിൾ സെൽ ടു സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് വരെയുള്ള ഫേസസ്, അതിനെയാണ് സെൽ സൈക്കിൾ എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ എ സിംഗിൾ ഡിവിഷൻ ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റേജസ്. മെയിൻലി ദീസ് ടു സ്റ്റേജസ് ആർ ഡിവൈഡഡ് ഇൻ ടു ദീസ് സെൽ സൈക്കിൾ സ്റ്റേജസ് ആർ ഡിവൈഡഡ് മെയിൻലി ഇൻ ടു ടു ഫേസസ്, interphase and mitosis phase. Interphase means a phase between two mitosis or two cell division. രണ്ട് സെൽ ഡിവിഷനുകളുടെ ഇടയിലുള്ള ഒരു ഘട്ടം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്താണ് സെല്ല് വളരെയധികം പ്രിപ്പയർ ചെയ്യുന്നത്, സെല്ലിന്റെ ഗ്രോത്ത്, വളർച്ച നടക്കുന്നത്, പ്രോട്ടീനുകളും RNAയുടെയും ഒക്കെ സിന്തസിസ് നടക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട DNA ഡബ്ലിംഗ് നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഒരു സെറ്റ് DNA നമുക്കുള്ള ജീനുകളെല്ലാം രണ്ട് സെറ്റായിട്ട് മാറുന്നത് ഇന്റർഫേസിൽ വെച്ചിട്ടാണ്. എന്തായാലും ഇന്റർഫേസിനെ കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയിട്ട്, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അതിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. G1 ഫേസ്, S ഫേസ് ആൻഡ് G2 ഫേസ്. G1ഉം G2ഉം ഗ്യാപ്പ് 1ഉം 2 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനിടയിലുള്ള ഒരു ഫേസ് ആണ് സിന്തസിസ് ഫേസ്. ഇതിലാണ് S ഫേസ് എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് DNAയുടെ സിന്തസിസ് അഥവാ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. G1 phase is known as gap 1 phase, which is the first stage of cell cycle. സെൽ സൈക്കിളിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ഇന്റർഫേസ് ആണ് ആദ്യം വരുന്നത്, അതിൽ തന്നെ ആദ്യത്തെ സ്റ്റേജ് ആണ് G1 phase. ഡ്യൂറിംഗ് ദിസ് ഫേസ് സെൽ എൻലാർജസ് ഇൻ സൈസ്. ഒരു സെല്ല് രണ്ട് സെല്ലാവണമെങ്കിൽ അതിന്റെ പ്രാരംഭ ഘടന എന്തായിരിക്കണം? ഒരു സെല്ലിന്റെ രണ്ട് സെല്ലിന്റെ വലുപ്പത്തിലേക്ക് വരണം. ഒറ്റയടിക്ക് പെട്ടെന്ന് സെല്ല് വളരുന്നില്ല, സെല്ല് ഗ്രാജുവൽ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. G2 ഫേസ് കഴിയുന്നതോടുകൂടിയാണ് സെൽ ഗ്രോത്ത് ഒരുവിധമൊക്കെ എത്തുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തില് G1 ഫേസിൽ സെല്ലിന്റെ വളർച്ച ആരംഭിക്കുന്നു. മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട DNAയുടെ ഡ്യൂപ്ലിക്കേഷൻ അഥവാ നമ്മുടെയൊക്കെ ജീനുകളൊക്കെ രണ്ട് സെറ്റ് ആവണം, അല്ലെ? ഒരു സെറ്റ് ആയിട്ട് ഇരുന്നാൽ മതിയോ? ഒരു സെല്ല് രണ്ട് സെല്ലാവുന്ന സമയത്ത് ആ രണ്ട് സെല്ലിലേക്കും വേണ്ട ജീനുകൾ ഉൽപ്പാദിപ്പിക്കണം. ഈ ഒരു ഘട്ടം DNAയുടെ ഡബ്ലിംഗ് അഥവാ DNA റെപ്ലിക്കേഷൻ അഥവാ DNA സിന്തസിസ് നടക്കുന്ന ഘട്ടത്തിലെ തൊട്ടു മുൻപുള്ള ഘട്ടമാണ് ഗ്യാപ്പ് 1 ഫേസ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. പലതരത്തിലുള്ള പ്രോട്ടീനുകളും RNAയുടെയും ഒക്കെ പ്രൊഡക്ഷൻ, സിന്തസിസ് ഈ ഒരു ഫേസിലാണ് നടക്കുന്നത്. ഗ്യാപ്പ് എന്ന് പേരുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഗ്യാപ്പ്, അല്ലെങ്കിൽ ഇതൊരു റെസ്റ്റിംഗ് ഫേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും സെൽ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് പ്രിപ്പയേഴ്സ് ഫോർ ദി നെക്സ്റ്റ് സ്റ്റേജ് ഓർ S ഫേസ്. അപ്പോ G1 ഫേസ് കഴിഞ്ഞ അടുത്ത സെൽ സൈക്കിളിൽ വരുന്ന ഫേസ് ആണ് S ഫേസ്, സിന്തസിസ് ഫേസ് ഓർ DNA റെപ്ലിക്കേഷൻ. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ജീനുകളുടെ ഡ്യൂപ്ലിക്കേഷൻ, DNA രണ്ട് DNA ആയിട്ട്, ഒരു സെറ്റ് DNA ആണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ രണ്ട് സെറ്റ് ആക്കുന്നു, 4 സെറ്റാണുള്ളതെങ്കിൽ അതിനെ 8 സെറ്റ് ആക്കുന്നു. ഇങ്ങനെ DNA ഡബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. രണ്ട് സെറ്റിലേക്കും വേണ്ട എല്ലാ കാര്യങ്ങളെയും ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഘട്ടമാണ് ഇന്റർഫേസ്. നെക്സ്റ്റ് ഫേസ് ആണ് G2 ഫേസ്. ആക്ച്വൽ മൈറ്റോസിസിന്റെ, ന്യൂക്ലിയസിന്റെ വിഭജനം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമാണ് ഗ്യാപ്പ് ഫേസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വളർച്ച കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പ്രോട്ടീൻ സിന്തസിസും RNA സിന്തസിസും ഒക്കെ ഗ്യാപ്പ് 2 നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജും സെല്ല് ഇനാക്റ്റീവ് അല്ല, വളരെ ആക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ എന്താണ് ചേഞ്ച് നടക്കുന്നത്? മൈറ്റോസിസ് ഫേസിന് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്. ഇനി വരാൻ പോകുന്ന ഫേസ് ഏതാണ്? ഇനി വരാൻ പോകുന്ന ഫേസ് മൈറ്റോസിസ് ഫേസ് അഥവാ M ഫേസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. M ഫേസിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈറ്റോസിസ് ഫേസിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ന്യൂക്ലിയസ്
കറക്റ്റ് ആയിട്ടുള്ള 2 ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടം പ്രോഫേസ്, രണ്ടാമത്തത് മെറ്റാഫേസ്, മൂന്നാമത്തത് അനാഫേസ്, ടീലോഫേസ് എന്നിങ്ങനെയാണ് ഓർഡറിലുള്ള ഘട്ടങ്ങൾ. ടീലോഫേസ് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ടീലോഫേസ് കഴിയുന്നതോടുകൂടി ഒരു സെല്ലിനകത്ത് നമുക്ക് 2 ന്യൂക്ലിയസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതും ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസിന്റെ അതേ പകർപ്പ് തന്നെ, തനി പകർപ്പ്, ഒരു ജനറ്റിക് ഡിഫറൻസും ഇല്ലാത്ത ജീനുകളുടെ എല്ലാം കമ്പോസിഷൻ ആദ്യത്തേതിൽ എങ്ങനെയാണ് വരുന്നത്, G1 എങ്ങനെയാണ് ഇരുന്നിരുന്നത്, അതേപോലെ തന്നെയുള്ള 2 ന്യൂക്ലിയസുകളെ ഉണ്ടാക്കുന്ന ലാസ്റ്റത്തെ ഘട്ടമാണ് ടീലോഫേസ്. ഇത്രയധികം ഘട്ടങ്ങൾ, ഈ 4 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ന്യൂക്ലിയസ് 2 ന്യൂക്ലിയസ് ആയി മാറുന്നത്. ന്യൂക്ലിയസ് മാത്രം വിഭജനം നടന്നാൽ പോരാ, സൈറ്റോപ്ലാസവും വിഭജിച്ചാലേ സെൽ വാള് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഇടയിൽ ഉണ്ടായാൽ മാത്രമേ ഒരു സെല്ല് 2 സെല്ലാവുള്ളൂ. 2 ന്യൂക്ലിയസ് ആയതുകൊണ്ട് 2 സെല്ലാവില്ലല്ലോ. അപ്പൊ 2 ന്യൂക്ലിയസ് ഉണ്ടാവുന്ന ഘട്ടമാണ് ടീലോഫേസ്. അടുത്ത ഘട്ടമാണ് സൈറ്റോകൈനസിസ്. സൈറ്റോപ്ലാസത്തിന്റെ വിഭജനം ആണ് ഇവിടെ നടക്കുന്നത്. ബൈ ദി ഫോർമേഷൻ ഓഫ് സെൽ വാൾ ഓർ പ്ലാസ്മ മെംബ്രെയിൻ ബിറ്റ്വീൻ 2 സെൽസ്. 2 സെല്ലുകളുടെ ഇടയിൽ ഒരു പ്ലാസ്മ മെംബ്രെയിനോ സൈറ്റോപ്ലാസമോ സെൽ വാളോ ഒക്കെ ഉണ്ടായി 2 സെല്ലിനെ സൈറ്റോപ്ലാസത്തിനെ വിഭജിക്കുന്ന ആ ഒരു ഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈനസിസ്. അപ്പൊ നമ്മൾ സെൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ G1 തുടങ്ങി എസ് ഫേസ്, G2 ഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ് കഴിയുന്നതോടുകൂടി ഒരു സെല്ല് 2 സെല്ലായിട്ടുണ്ടായിരിക്കും. ഇനി ഈ സെൽ സൈക്കിൾ വീണ്ടും തുടരണമെങ്കിൽ സൈറ്റോകൈനസിസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാപ്പ് 1 അഥവാ G1 ഫേസിലേക്ക് സെൽ എൻറ്റർ ചെയ്യണം. എന്നാൽ എല്ലാ സെല്ലുകളും എപ്പോഴും വിഭജിച്ചുകൊണ്ടിരിക്കുന്നില്ല. ചില സെല്ലുകളെല്ലാം പെർമനന്റ് ആയിട്ട് മാറാനുള്ളതാണ്. നമുക്കറിയാം, സിമ്പിൾ പെർമനന്റ് ആയിട്ടുള്ള പാരൻകൈമ, സ്ക്ലീറൻകൈമ, കൊള്ളൻകൈമ, സൈലം ഫ്ലോയം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പെർമനന്റ് ആയിട്ട്, മെറിസ്റ്റം അല്ലാതെ പെർമനന്റ് ആയിട്ട് മാറാനുള്ള സെല്ലുകൾ, ഇത് പ്ലാന്റ്സിൽ മാത്രമല്ല ആനിമൽസിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ സെല്ലുകളും എല്ലായ്പ്പോഴും വിഭജിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഉരുണ്ട് വളരെ മത്തങ്ങ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പമുള്ള ജീവികളായിട്ട് മാറിയേനെ. എന്തായാലും എല്ലാ സെല്ലുകളൊന്നും എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നില്ല. ചില സെല്ലുകൾ പെർമനന്റ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പെർമനന്റ് ആയിട്ട് മാറേണ്ട സെല്ലുകൾ മാത്രം സൈറ്റോകൈനസിസ് കഴിഞ്ഞാൽ ഗ്യാപ്പ് 1 കടക്കാതെ G0 എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഇരിക്കാറുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നാലുള്ള പ്രത്യേകത, G0 കടന്നു കഴിഞ്ഞാൽ സെല്ല് ഉറങ്ങും, അല്ലെങ്കിൽ സെല്ല് പിന്നെ വിഭജിക്കില്ല. സെൽ ഈസ് ലിവിംഗ്, സ്റ്റിൽ ഇറ്റ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ. അത് വിഭജിക്കുന്നില്ല. വിഭജനത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സെല്ല് ഒളിച്ചു ഇരിക്കുന്ന ഒരു ഘട്ടമാണ് G0 ഫേസ്. അപ്പൊ എല്ലാ സെല്ലുകളും G0 കടക്കുവോ? ഇല്ല. എന്നാൽ എല്ലാ സെല്ലുകളും G1 കടക്കുവോ? അതുമില്ല അല്ലെ. എല്ലാം ഓപ്ഷണലാണ്. വിഭജിക്കേണ്ട സെല്ലുകൾ മാത്രം G1 കടക്കും. G1 കടന്ന സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിൽക്കുകയുള്ളൂ. G0 കടന്ന ഒരു സെല്ലാണെങ്കിൽ ആ സെല്ല് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, വിഭജിക്കുകയില്ല. മനസ്സിലായല്ലോ. ഇങ്ങനെ സെല്ല് വിഭജിക്കാതിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ക്യുസെന്റ് സ്റ്റേജ് ഓർ G0 ഫേസ്. ഗ്യാപ്പ് 0 ഫേസ്. Those cells which stop division eliminate G1 and enters into G0 after M phase. M ഫേസും സൈറ്റോകൈനസിസും കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു? ഇങ്ങനെയുള്ള സെല്ലുകള് G0 എന്ന് പറയുന്ന ഒരു ക്യുസെന്റ് സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. Those cells which stop division eliminates G1 and enters into G0 after M phase. This stage is known as quiescent stage or G0 phase. During this phase, cell is active, living but not divide. Understand? Next, we are moving to mitosis phase or M phase. മൈറ്റോസിസ്. എന്താണ് മൈറ്റോസിസ്? ക്രമഭംഗം, ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് ഇതിന്റെ നമ്മൾ പറയാറുള്ളത്. ക്രമമായിട്ടുള്ള ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇറഗുലാരിറ്റിയും ഇല്ലാത്ത ഒരു സെല്ല് അതിന്റെ പോലെ തന്നെ 2 സെല്ലുകളെ ഉണ്ടാക്കുന്ന, ജനറ്റിക് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത 2 സെല്ലുകളെ ഉണ്ടാക്കുന്ന, 2 ന്യൂക്ലിയസുകളെ ഉണ്ടാക്കി 2 സെല്ലുകളായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് മൈറ്റോസിസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിക്കോസ് ആഫ്റ്റർ മൈറ്റോസിസ് cell produces 2 similar daughter cells which is similar either morphologically and genetically similar ആണെന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. ക്രോമസോം നമ്പറും എല്ലാം കറക്റ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 സെല്ലുകളായിരിക്കും പുതുതായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള വിഭജനം ഇനി വരാൻ പോകുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മിയോസിസ്. അത് ക്രമമല്ല, ഇക്വേഷണൽ അല്ല കേട്ടോ, അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്.
അത് നമുക്ക് നോക്കാം പിന്നീട്. സാധാരണ എല്ലാ ജീവികളിലും നടക്കുന്ന ഒരു വിഭജനത്തിന്റെ ഘട്ടമാണ് മൈറ്റോസിസ്. ഒരുവിധം എല്ലാ ജീവിജാലങ്ങളിലും നടക്കുന്നതാണ്. എന്തായാലും മൈറ്റോസിസിലെ എം ഫേസിൽ വരുന്ന ആദ്യത്തെ ഘട്ടമാണ് പ്രോഫേസ്. എന്ത് മാറ്റമാണ് പ്രോഫേസിൽ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ക്രൊമാറ്റിൻ ത്രെഡ് ആയിട്ടാണ് നമുക്കൊന്ന് ഇന്റർഫേസിൽ ഇരിക്കുന്ന സെല്ല് നോക്കാം. ഇന്റർഫേസ് കഴിഞ്ഞിട്ടാണല്ലോ എം ഫേസിലേക്ക് വരുന്നത്. ഇന്റർഫേസിൽ ഇതേപോലുള്ള ഒരു ന്യൂക്ലിയസ് ആണ് നമുക്ക് സെല്ലാണ് നമുക്ക് കാണാൻ പറ്റുക. സെൽ ഉണ്ടായിരിക്കും, സെൽ വാൾ, സെൽ മെംബ്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനകത്തായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാട ഉണ്ടായിരിക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിനെ ചുറ്റി ആവരണം ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും അല്ലെ. യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ ന്യൂക്ലിയസ് കാണുന്നത് ഇന്റർഫേസിൽ മാത്രമാണെന്നൊന്ന് ഓർമ്മിക്കേണ്ടി വരും. എന്തായാലും ഇന്റർഫേസിൽ നല്ലൊരു ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസ് എന്ന് വിളിക്കുന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഭാഗവും ഒക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല ക്രോമസോമുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ക്രോമസോമുകളെ നൂല് പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നാരുകൾ പോലെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഫൈബേഴ്സിനെയാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ത്രെഡ്സ് എന്ന് വിളിക്കാറുള്ളത്. എന്തായാലും ക്രോമസോംസ് അപ്പിയേഴ്സ് ആസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. വളരെ കനം കുറഞ്ഞ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആയിട്ടാണ് ഈ സമയത്ത് നമുക്ക് ക്രോമസോമുകളെ കാണാൻ പറ്റുക. ക്രോമസോം ആയിട്ട് കാണാൻ പറ്റില്ല. ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ്. പക്ഷെ അങ്ങനെ ഒരു ക്രോമസോം നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആയിട്ടാണ് കാണുന്നത്. പ്രോഫേസിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നോക്കാം. ഈ ക്രൊമാറ്റിൻ ത്രെഡ് അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്യുന്നു, കോയിൽ ചെയ്യുന്നു, ചുരുണ്ട് ക്രോമസോമുകളായിട്ട് പരിണാമം സംഭവിക്കുന്നു. Chromatin thread or chromatin reticulum condense, coil and condenses to form chromosomes. ഓരോ ക്രോമസോമിനും 2 ക്രൊമാറ്റിഡുകളും ഒരു സെൻട്രോമിയറും ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുക, ഇതാണ് ഒരു ക്രൊമാറ്റിഡ്. ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന അടുത്ത ക്രൊമാറ്റിഡ്. നടുഭാഗത്ത് വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഇങ്ങനെയാണ് ഓരോ ക്രോമസോമിന്റെയും സ്ട്രക്ചർ കേട്ടോ. നടുഭാഗത്ത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം ഒരു ക്രൊമാറ്റിഡ് ഇവിടെയും ഒരു ക്രൊമാറ്റിഡ് അടുത്ത റൈറ്റ് സൈഡിലുമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ ക്രോമസോമുകളാണ്. ഇങ്ങനെയുള്ള ക്രോമസോമുകൾ ഉണ്ടാവുന്നത് ഏത് സ്റ്റേജിലാണെന്നാ പറഞ്ഞത്? ഇന്റർഫേസ് കഴിഞ്ഞ് പ്രോഫേസിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്രോമസോമുകളായിട്ട് ക്രൊമാറ്റിൻ ത്രെഡ് കണ്ടൻസ് ചെയ്ത് ഫോം ചെയ്യുന്നത്. മാത്രമാണോ? വേറെന്ത് ചേഞ്ച് ആണ് ഇവിടെ കാണുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ പൊട്ടിപ്പോയി അല്ലെ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അവസാനമാകുമ്പോഴേക്കും മുഴുവൻ പോയിട്ടുണ്ടാവും കേട്ടോ. അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതോടുകൂടി, പ്രോഫേസ് കഴിയുന്നതോടുകൂടി ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യുന്നു. മാത്രമല്ല ന്യൂക്ലിയോലസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത ആ ഡാർക്ക് ആയിട്ടുള്ള ഭാഗവും ഇവിടുന്ന് പതുക്കെ അലിഞ്ഞ് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ അടുത്ത വ്യത്യാസം, ഇതിൽ മറ്റൊരു വ്യത്യാസം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പിയേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരുകള് സെല്ലിന്റെ 2 ഭാഗത്തുനിന്ന്, ഇവിടെ നിന്നും 2 ധ്രുവങ്ങളിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന നാരുകള് ഉത്ഭവിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു ഘട്ടത്തിലാണ് കേട്ടോ. അപ്പൊ മൈറ്റോട്ടിക് സ്പിൻഡിൽസ് അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് 2 പേരിൽ വിളിക്കാം നമുക്ക്. ഇത് അപ്പിയർ ചെയ്യുന്നത്, ആരംഭിക്കുന്നത് പ്രോഫേസിലാണെന്നുള്ളത് ഓർമ്മിക്കുക. മനസ്സിലായല്ലോ? പ്രോഫേസിന്റെ 2 ചേഞ്ചസ് നമ്മളിപ്പോ പറഞ്ഞു. ക്രൊമാറ്റിൻ ത്രെഡ് കണ്ടൻസസ് ടു ഫോം ക്രോമസോംസ്. ഈച്ച് ക്രോമസോം ഈസ് ഹാവിംഗ് 2 chromatids and 1 centromere in the middle. നെക്സ്റ്റ് ചേഞ്ച് പ്രോഫേസിൽ ഉണ്ടാവുന്നത് മൈറ്റോട്ടിക് സ്പിൻഡിലിന്റെ അപ്പിയറൻസ് ആണ്. അടുത്ത ചേഞ്ച് നമ്മൾ പറഞ്ഞത്, മൂന്നാമത്തെ ചേഞ്ച്, ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസപ്പിയർ ചെയ്യുന്നു, അഥവാ ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തൊരു ചേഞ്ച്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കുന്ന, ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കുന്ന സെൽ ഓർഗനൽസും ന്യൂക്ലിയസിന്റെ കൂടെ അപ്രത്യക്ഷമായി പോകാനായിട്ട് തുടങ്ങും. അടുത്ത ഫേസ് ആണ് മെറ്റാഫേസ്. മിഡിലത്തെ ഫേസ് ആണ് മെറ്റാഫേസ്. എന്താണ് മെറ്റാഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്? ക്രോമസോമുകൾ ഏറ്റവും അധികം കണ്ടൻസ്ഡ് ആയിട്ട് കാണുന്ന ഒരു ഘട്ടമാണ് മെറ്റാഫേസ്. ഓർമ്മിക്കുക, ക്രോമസോമുകൾ മോസ്റ്റ് കണ്ടൻസ്ഡ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയി ഫോം ചെയ്യുന്ന ഒരു ഘട്ടമാണ് മെറ്റാഫേസ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ ക്രോമസോമിനെ കാണണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കണം. അല്ലാതെ ഇന്റർഫേസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോമസോമിനെ കാണാൻ പറ്റുമോ? ഇല്ല. പ്രോഫേസിൽ നോക്കിയാൽ ടീച്ചർ ബോർഡിൽ വരച്ച് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ പ്രോഫേസിലെ ക്രോമസോമ നമുക്ക് ക്ലിയർ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അതേസമയം മെറ്റാഫേസിലെ ക്രോമസോമിനെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ബിക്കോസ് they were most condensed at that stage. ആ സ്റ്റേജിലാണ് അവര് ഏറ്റവും കണ്ടൻസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്, വളരെ ക്ലിയർ ആയിട്ട് കാണപ്പെടുന്നത്. മാത്രമല്ല ക്രോമസോംസ് ഏത് സ്ഥലത്താണ് അറേഞ്ച് ചെയ്യുന്നത്? ഈ ഒരു ഘട്ടത്തില്
മെറ്റാഫേസ് മിഡിലിൽ അല്ലെ, സെല്ലിന്റെ നടുഭാഗം അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മൾ നടുവിനെ അല്ലെ. സെല്ലിന്റെ ഇക്വേറ്ററിൽ വന്നിട്ട് ക്രോമസോംസ് അറേഞ്ച് ചെയ്യുന്നു. ക്രോമസോംസ് ലൈ അറ്റ് ദി ഇക്വേറ്റർ. ക്രോമസോംസ് എവിടെ വന്ന് കിടക്കുന്നു? സെല്ലിന്റെ മിഡിലിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നു. അടുത്തൊരു ചേഞ്ചും കൂടി നോക്കൂ. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ചസ് വിത്ത് ക്രോമസോംസ്. ക്രോമസോമിന്റെ നോക്കുക, ക്രോമസോമിന്റെ സെൻട്രോമിയർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, സെൻട്രോമിയറിന്റെ മുകളിൽ 2 ഡിസ്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർസ്. ഈ 2 കൈനറ്റോകോറിന്റെ മുകളിൽ വന്നിട്ട് ക്രോമസോംസ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുകയാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. ഇതേപോലെയാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. മെറ്റാഫേസില് ക്രോമസോമുകളെല്ലാം നടുവിൽ വന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ക്രോമസോമിന്റെ സെൻട്രോമിയറിന്റെ മുകളിൽ നീല കളറിലെ 2 പാച്ചുകൾ നിങ്ങൾ എല്ലാവരുടെയും കാണുന്നുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ 2 പ്രൊജക്ഷൻസ് ആണ് സെൻട്രോമിയറിന്റെ മുകളിലും താഴെയായിട്ടാണ് ഇത് കാണുന്നുണ്ടായിരിക്കുക. ഈ കൈനറ്റോകോർ എന്ന് പറയുന്ന ഭാഗത്താണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുക. എന്താണ് സ്പിൻഡിൽ ഫൈബേഴ്സ്? 2 പോൾസിൽ നിന്നും വരുന്ന നാരുകള്, സെല്ലിന്റെ 2 ധ്രുവങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രോഫേസിൽ ഉണ്ടായി തുടങ്ങിയ മെറ്റാഫേസിൽ അത് കംപ്ലീറ്റ് ആയി വന്ന് നടുവിൽ വന്ന് അറ്റാച്ച് ചെയ്തു. കണ്ടോ, അങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. 2 ഭാഗത്തുനിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്രോമസോമിന്മേ തന്നെ മുകളിലത്തെ സ്പിൻഡിൽ ഫൈബറും താഴത്തെ സ്പിൻഡിൽ ഫൈബറും വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ഘട്ടത്തില് മെറ്റാഫേസില് സെൽ എങ്ങനെയാണ് ഇരിക്കുക? ക്രോമസോംസ് സെല്ലിന്റെ മിഡിലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഒന്നും നമുക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല. പക്ഷെ ക്രോമസോമിന് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. എവിടെയായിരിക്കും ക്രോമസോം ഉണ്ടായിരിക്കുക? സെല്ലിന്റെ ഏറ്റവും മിഡിൽ പോർഷനിലായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഓരോ ക്രോമസോമിന്റെ മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മള് അനാഫേസ് എന്നുള്ള അടുത്ത ഘട്ടത്തിലാണ് പഠിക്കാൻ പോകുന്നത്. അനാഫേസിലെ സെൽ ഇങ്ങനെയാണ് ഇരിക്കുക, ഇതേപോലെ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടുവിൽ വന്ന് അന്നേരം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെറ്റാഫേസിൽ അറേഞ്ച് ചെയ്തിരുന്ന ക്രോമസോമിനെ 2 ഭാഗത്തേക്കും പിടിച്ചു വലിക്കും സ്പിൻഡിൽ ഫൈബേഴ്സ്. അങ്ങനെ പിടിച്ചു വലിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടുമുറിഞ്ഞ് സെൻട്രോമിയർ അങ്ങോട്ട് മുറിഞ്ഞാ പോവും. 2 കഷ്ണമായിട്ട് മുറിഞ്ഞ് ഓരോ ക്രോമാറ്റിഡുകൾ 2 ഭാഗത്തേക്ക്. ഇതൊരു ക്രോമസോമിന്റെ ഒരു ക്രോമാറ്റിഡ്, ഇത് അടുത്ത ക്രോമാറ്റിഡ്, ഡോട്ടർ ക്രോമാറ്റിഡുകളാണ്. പക്ഷെ ഈ ക്രോമാറ്റിഡുകളിൽ എല്ലാ ജീനുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പറിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നടുക്കില് 4 ക്രോമസോം ആദ്യം ഉണ്ടായിരുന്നു എങ്കിലും ആ 4 ക്രോമസോം തന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിനെ നമുക്കിനി ഡോട്ടർ ക്രോമസോം എന്ന് വിളിക്കാം. ഈ പുതുതായിട്ടുണ്ടായ ക്രോമാറ്റിഡുകളെ ഡോട്ടർ ക്രോമസോം എന്ന് വിളിക്കാം. എസ് സ്പേസിൽ DNA 2 വിഭജിച്ചത് കാരണം തന്നെ ഇവിടെ ജനറ്റിക് കമ്പോസിഷനിൽ യാതൊരു വ്യത്യാസവും വരികയില്ല. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തല്ലോ, ക്രോമസോം മുറിഞ്ഞു പോയല്ലോ എന്ന് ആരും വിഷമിക്കേണ്ട. ഈ ഒരു സെറ്റാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന ക്രോമസോമില് ഇരട്ടി ക്രോമസോം അല്ല, ഇരട്ടി DNA ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. ഇപ്പോഴാണ് അത് ഈക്വൽ ആയിട്ട് വിഭജിച്ചത്. കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വിഭജിക്കുന്ന ഒരു ഘട്ടമാണ് ക്രോമസോം 2 വിഭജിക്കുന്ന ഒരു ഘട്ടമാണ് അനാഫേസ്. എങ്ങനെയാണ് മുറിഞ്ഞത്? സെൻട്രോമിയർ മുറിഞ്ഞിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. എന്തായാലും സെൻട്രോമിയർ ബ്രേക്സ് ആൻഡ് സെപ്പറേറ്റ്സ് ഡോട്ടർ ക്രോമാറ്റിഡ്സ്. അങ്ങനെയാണ് പുതിയ ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ പുതിയ ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു കേട്ടോ. സ്പിൻഡിൽ ഫൈബേഴ്സ് ചുരുങ്ങുന്നതുകൊണ്ടാണ്, കണ്ട നീളം കുറഞ്ഞു, ചുരുങ്ങുന്നതുകൊണ്ടാണ് ക്രോമസോംസ് 2 പോളിലേക്കും നീങ്ങി പോകുന്നു. കണ്ടോ, നടുവിൽ നിന്ന് 2 ഭാഗത്തേക്ക് വീണ്ടും നീങ്ങി പോവുകയാണ്. ക്രോമസോംസ്, ഡോട്ടർ ക്രോമസോംസ് ഓർ ക്രോമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദി സെൽ. ഇത്രയും കാര്യങ്ങളാണ് അനാഫേസിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഫേസ് അഥവാ ലാസ്റ്റത്തെ ഫേസ് ആണ്. ഇതോടുകൂടി ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാവും. പക്ഷെ 2 സെല്ലായിട്ട് വിഭജിക്കണമെങ്കിൽ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന സെൽ വാൾ ഫോർമേഷനും കൂടി നടക്കണം. പക്ഷെ ഇവിടെ ടീലോ ഫേസ് ആണ് അടുത്ത ഘട്ടം. ന്യൂക്ലിയസ് 2 മാറുന്ന ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രോമസോമുകളൊക്കെ ഇനി അഴിയാൻ തുടങ്ങും. നേരത്തെ ഉള്ള കണ്ടൻസ്ഡ് ആയിട്ടാണല്ലോ ക്രോമസോം ഇരിക്കുന്നത്, ചുരുണ്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ക്രോമസോമുകളെല്ലാം ചുരുളഴിയാൻ തുടങ്ങും അല്ലെ, നാരുകൾ പോലെയായിട്ട്. ഇന്റർഫേസിൽ നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതേപോലുള്ള ക്രോമസോമുകളായിട്ട് അഴിഞ്ഞു വരാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പുതുതായിട്ട് ഉണ്ടാവുന്നു, ന്യൂക്ലിയോലസ് ഉണ്ടാവുന്നു. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു സെല്ലിനകത്ത് ഇതൊക്കെ 2 തവണ നടക്കേണ്ടി വരുന്നുള്ളതാണ് ഇവിടെയുള്ള വ്യത്യാസം അല്ലെ. ഇന്റർഫേസിൽ ഒരു ന്യൂക്ലിയസ് ആണ് നമ്മൾ കണ്ടത് അല്ലെ, പക്ഷെ ഇവിടെ 2 ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻ ത്രെഡ്സ് വിച്ച് റീഅപ്പിയേഴ്സ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ റീഅപ്പിയറൻസ് നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു സെല്ലിനകത്തുള്ളത് ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് ക്രോമസോംസ് അൺവൈൻസ് ഇൻ ടു ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമസോമുകളൊക്കെ അഴിഞ്ഞ് ക്രോമാറ്റിൻ റെറ്റിക്കുലമായിട്ട് മാറുന്നു. സെൽ കണ്ടെയ്ൻ 2 ജനറ്റിക്കലി ഈക്വൽ ന്യൂക്ലിയൈ. ജനറ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള ക്രോമസോം നമ്പർ എല്ലാം സെയിം ആയിട്ടുള്ള 4 ക്രോമസോം നമ്പറാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആ 4 ക്രോമസോം തന്നെ ഉള്ള അല്ലെങ്കിൽ അത്രയും ക്രോമസോം സംഖ്യ തന്നെ ഉള്ള 2 ന്യൂക്ലിയസുകളായിട്ട് ജനറ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള 2 ന്യൂക്ലിയസുകളായിട്ട് വിഭജിക്കുന്ന ഒരു ഘട്ടമാണ് ടീലോഫേസ്. നെക്സ്റ്റ് നമ്മൾ സെൽ വാൾ ഫോർമേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെൽ വാൾ ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് സസ്യങ്ങളിലും ആനിമൽസിലും വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത്. നമുക്കറിയാം സസ്യകോശത്തിന് അഥവാ പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്, ഔട്ടർ ലിമിറ്റിംഗ് മെംബ്രെയിൻ ആയിട്ട്. അഥവാ അനിമൽ സെല്ലിന് ഇത്തരത്തിലുള്ള സെൽ വാൾ ഉണ്ടായിരിക്കില്ല. സെൽ മെംബ്രെയിൻ ആണ് അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ആണ് അവരുടെ ഔട്ടർ ലിമിറ്റിംഗ് മെംബ്രെയിൻ ആയിട്ട് കാണാറുള്ളത്, സെല്ലിന് ചുറ്റുമായിട്ട് ആവരണമായിട്ട് കാണുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ സൈറ്റോകൈനസിസ് അഥവാ സൈറ്റോപ്ലാസത്തിന്റെ വിഭജനവും 2 വ്യത്യസ്ത രീതിയിലാണ് സസ്യങ്ങളിൽ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള നടുവിൽ ഒരു സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നടുവിലുണ്ട് 2 സെല്ലുകളുടെ മിഡിലായിട്ട് സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു. പിന്നീട് അത് 2 വശങ്ങളിലേക്ക് നീണ്ടുവരികയും ക്രമേണ ഒരു സെല്ല് 2 സെല്ലായിട്ട് വിഭജിക്കുകയുമാണ് ചെയ്യാറുള്ളത്. അപ്പൊ എന്താണ് മനസ്സിലായത്? ഇൻ പ്ലാന്റ്സ് സെൽ പ്ലേറ്റ് ഈസ് ഫോംഡ് ഇൻ ദി മിഡിൽ ഓഫ് ദി സെൽ ആൻഡ് എക്സ്റ്റെൻഡ്സ് ടുവേഴ്സ് ദി സൈഡ്സ്. അത് നീണ്ടുവന്ന് 2 ഭാഗങ്ങളിലേക്കും നീണ്ടുവരുന്നു. പിന്നെന്താ ചേഞ്ച് ആണെന്നാണ്? സെൽ പ്ലേറ്റ് ലേറ്റർ ബിക്കംസ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് മാറുകയും ഈ മിഡിൽ ലാമെല്ലയുടെ 2 മുകളിലും താഴെയും, ഇവിടെയാണ് മിഡിൽ ലാമെല്ലെങ്കിൽ ഇതിന് മുകളിലും താഴെയായിട്ട് സെൽ വോളുകൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. സെൽ പ്ലേറ്റ് ലേറ്റർ ബിക്കംസ് മിഡിൽ ലാമെല്ല ഓൺ വിച്ച് സെൽ വോൾ ഈസ് ഫോംഡ്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ സെൽ പ്ലേറ്റ് ഫോർമേഷൻ വഴിയാണ് സസ്യങ്ങളിൽ സൈറ്റോകൈനസിസ് നടക്കുന്നത് എങ്കിൽ ആനിമൽസിൽ ഇത് നടക്കുന്നത് ഇത്തരത്തിലാണ്. നോക്കൂ, ഇവിടെ ഒരു കുഴി കണ്ടോ? 2 ന്യൂക്ലിയസുകളെ തമ്മിൽ വേർതിരിക്കുന്ന 2 സെല്ലുകളെ തമ്മിൽ വേർതിരിക്കുന്ന ആ നടുഭാഗത്ത് ഒരു കുഴി ഉണ്ടാവുകയും ആ കുഴി വലുതാവുകയും ചെയ്യുകയും ക്രമേണ എന്നിട്ട് ആ പാട സെൽ മെംബ്രെയിൻ ജോയിൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ 2 സെല്ലുകളെയും സെൽ മെംബ്രെയിൻ കൊണ്ട് വിഭജിക്കുകയാണ് ആനിമൽ സെൽസിൽ നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന കുഴിയെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് ഫറോ. In animals, a cleavage furrow is formed on the sides of the cell which deepens. അത് കുഴി ആഴം കൂടുന്നു ആൻഡ് സെപ്പറേറ്റിംഗ് ദി 2 സെൽസ്. 2 സെല്ലുകളെ അങ്ങനെ കൃത്യമായിട്ട് 2ആയിട്ട് വിഭജിക്കുകയും ചെയ്യുന്നു. സെൽ വാൾ എല്ലാം അവിടെ ഉണ്ടാവുന്നത് സെൽ മെംബ്രെയിൻ ഫോർമേഷൻ വഴി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടുകൂടിയിട്ട് നമ്മുടെ കോശ വിഭജനം കംപ്ലീറ്റ് ആയി അഥവാ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാം. അപ്പോൾ സെൽ സൈക്കിള് തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു? G1 നിന്നാണ്. ഇന്റർഫേസിലെ G1 തുടങ്ങി G2 തുടങ്ങിയ ഇന്റർഫേസുകളിലൂടെ പാസ് ചെയ്ത് M ഫേസിലെ പ്രോഫേസിലേക്ക് കടന്ന് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസോട് കൂടിയിട്ട് 2 ന്യൂക്ലിയസുകൾ ഉണ്ടായി. ലാസ്റ്റ് സൈറ്റോകൈനോസിസോട് കൂടിയിട്ട് 2 ഈക്വൽ ആയിട്ടുള്ള സെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഈക്വേഷണൽ ഡിവിഷൻ സെല്ലുകളിൽ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രോമസോം സംഖ്യയിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ഇത്തരം വിഭജനം നടക്കുന്നത് സെല്ലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സെല്ല് മാത്രമല്ല, ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊച്ചുകുട്ടി വലുതാവുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ സെൽ വിഭജിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലെല്ലാം സെല്ലുകൾ വിഭജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൾട്ടി സെല്ലാർ ഓർഗാനിസംസിന്റെ പ്രത്യേകതയാണ് ഗ്രോത്ത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് കാരണമായത് മൈറ്റോസിസ് ആണെന്നുള്ളത് ഓർമ്മിക്കുക. അതേപോലെ തന്നെ യൂണിസെല്ലാർ ആയിട്ടുള്ള ബാക്ടീരിയ പോലുള്ള ഏകകോശ ജീവികൾ, ബാക്ടീരിയ, അമീബ, ഈസ്റ്റ് പോലുള്ള ഏകകോശ ജീവികളിലെല്ലാം റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു സെല്ല് 2 സെല്ലായിട്ട് വിഭജിക്കുന്നത് വഴിയാണ്. ഇത്തരത്തിലുള്ള വിഭജനവും മൈറ്റോസിസ് തന്നെയാണെന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസത്തില് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാനും മൈറ്റോസിസ് സഹായിക്കുന്നുണ്ട്. സെല്ലുകൾക്ക് പലതരത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഡാമേജുകളെ നിന്ന് സെല്ലിനെ റിപ്പയർ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള വിഭജനം വഴിയാണ്. ഈ ഡാമേജ് വന്ന സെല്ലുകളെ കളഞ്ഞ് പുതിയ സെല്ലുകളെ ഉണ്ടാക്കുന്നതും മൈറ്റോസിസ് വഴിയാണെന്നുള്ളത് ഓർമ്മിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, സെല്ല് വളരുന്നതോടുകൂടി ന്യൂക്ലിയസിന്റെയും സൈറ്റോപ്ലാസത്തിന്റെയും റേഷ്യോ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ലിനെ 2 സെല്ലാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനുള്ള ഒരു മാർഗം. അപ്പൊ ഇത്തരത്തില് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഓർഗാനിസംസ് ഫോളോ ചെയ്യുന്നത് ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന വിഭജന രീതിയാണ്. അതുകൊണ്ട് യാതൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് മൈറ്റോസിസിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വേണം പറയാനായിട്ട്. ഗ്രോത്ത് ഇൻ മൾട്ടിസെല്ലർ ഓർഗാനിസംസ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ യൂണിസെല്ലർ ഓർഗാനിസംസ്, സെൽ റിപ്പയർ ഇൻ ഓൾ ഓർഗാനിസംസ്, മെയിൻറ്റെയിൻസ് ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. നമ്മുടെ കാമ്പിയം പോലുള്ള
എപ്പോഴും വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മെറിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിന്റെ പ്രത്യേകത അല്ലെ. ഈ മെറിസ്റ്റംസ് എല്ലാം തന്നെ എപ്പോഴും മൈറ്റോസിസിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം മൈറ്റോസിസിന്റെ ക്ലാസ്സുകൾ ഇതോടുകൂടി കഴിയാണ്. താങ്ക് യു.